ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ദൈവകൃപ പോലും പക്കായായ ദൈവകൃപയിലായിരിക്കണം. മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു ഇഷ്ടമനുസരിച്ചുള്ള കൃപയായിരിക്കരുത്. മനുഷ്യൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള കൃപയാണെങ്കിൽ അത് വിലയില്ലാത്ത കൃപയാണ്. വേദപുസ്തകം ഒഴികെയുള്ള ഏതെങ്കിലും പുസ്തകങ്ങളിൽ എഴുതി വെക്കുന്ന അനുസരിച്ചുള്ള ആചാരങ്ങൾ കൊണ്ട് നിറഞ്ഞതോ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നിറഞ്ഞതോ ആണ് മർത്യജീവിതമെങ്കിൽ അതിന് കൃപയെന്ന് പറയാൻ പറ്റുകയില്ല. നമുക്കറിയാം, വലിയ വസ്ത്രവ്യാപാര കടകളിലും അവിടെയാണ് കൂടുതലും പഴയ ചരക്കുകൾ വില കുറച്ച് വിൽക്കും. ക്രിസ്മസ് സീസൺ ആവുകയോ വിഷു ഒക്കെ വരുവോ ഒക്കെ ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ പഴഞ്ചരക്കുകൾ വ്യാപാരി കമ്പോളത്തിൽ വില കുറച്ച് വിൽക്കാറുണ്ട്. അങ്ങനെ വില കുറഞ്ഞ് വിൽക്കുമ്പോൾ ആളുകൾ കൂടുതൽ പേര് പോയി വാങ്ങും. പക്ഷെ അവർ 5000 രൂപയുടെ ഒരു സാധനം, ഒരു സാരി വില കുറച്ചിട്ടാണ് വിൽക്കുന്നതെന്നും പറഞ്ഞ് അവർ 6000 രൂപ ഇട്ടുകൊണ്ട് 1000 രൂപ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ് കബളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഴഞ്ചരക്ക് വാങ്ങിക്കുന്നവർക്ക് ചിലപ്പോഴെല്ലാം നഷ്ടമാണ് വരുന്നത്. ഒന്നാമത്, അവരുടെ അലമാരികളിൽ ഒത്തിരി കാലം പഴയത് ഇരുന്നതിന് ശേഷമാണ് അവരത് വിൽക്കുന്നത്. നമുക്കറിയാം, കാൽവരി ക്രൂശിൽ കർത്താവായ യേശു നമുക്ക് വേണ്ടി നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടിയാണ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്. അത് വിലയേറിയ ഒരു സംഭവമാണ്. രക്തം വിയർത്ത് ജീവൻ വെച്ചു കൊടുത്താണ് അവിടുന്ന് മരിച്ചത്. അങ്ങനെ ആണ് പാപമോചനത്തിൻ്റെ വ്യവസ്ഥ. ഈ വ്യവസ്ഥ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? പാപമോചനം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആർദ്രമായ ഹൃദയത്തോടും മനസ്സോടും കൂടി കടന്നു ചെല്ലണം. നമ്മൾ കടന്നു ചെല്ലുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ചായിരിക്കരുത്, ദൈവത്തിൻ്റെ വിളി അനുസരിച്ചായിരിക്കണം. പാപിയുടെ നീതീകരണം കൂടാതെ പാപത്തെ നീതീകരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ അവിടെ കാണുന്നത്. പാപിയാണ് ഒരു മനുഷ്യൻ, ഏവരും ഞാനും. പാപം പോകണമെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും ദൈവം കൃപ അയക്കണം. മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും മനുഷ്യൻ മനസ്സിനകത്ത് രൂപാന്തരങ്ങൾ വരുത്തണം. സ്വഭാവത്തെ മാറ്റാൻ കഴിയാതെ ആചാരാനുഷ്ഠാനങ്ങളുടെ ശൈലിയിൽ ദൈവമേ എൻ്റെ പാപങ്ങൾ മോചിച്ചു തരണമെന്ന് പറഞ്ഞാൽ കേൾക്കുകയില്ലാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം ആർദ്രമായ മനസ്സോടുകൂടി എൻ്റെ യേശുവേ എന്ന് വിളിക്കുകയും ഞാനാണ് അങ്ങയെ വധിക്കുന്നതിൽ എൻ്റേതായി പങ്കാളിത്തം വഹിച്ച ഒരു മനുഷ്യനെന്നും ഞാനിപ്പോൾ തിരിച്ചറിയുന്നു എൻ്റെ ഈ പാപം അങ്ങയെ വേദനിപ്പിക്കുന്നുവെന്നും ഈ പാപം മുഖാന്തരം ഞാൻ നരകത്തിലേക്ക് പോവുകയുള്ളൂ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നരകശിക്ഷയിൽ നിന്നും ലോക ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്നും എന്നെ മാറ്റുവാൻ വേണ്ടി എൻ്റെ യേശുവേ എൻ്റെ പാപങ്ങളൊക്കെയും ഏറ്റെടുക്കണമേ എന്ന് അങ്ങനെ പറഞ്ഞ് പാപത്തെ സമർപ്പിക്കുന്നതാണ് വില കൊടുത്തുകൊണ്ടുള്ള പാപസമർപ്പണം. ഒരു സാധാരണ കാറ് നമ്മുടെ കേരളത്തിലെ ഈ നിരത്തിലൂടെ പോകുമ്പോൾ 95, 105 ഒക്കെ രൂപ ടോൾ കൊടുക്കണം. ടോൾ കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു സാധാരണ കാറിന് അങ്ങോട്ട് നീങ്ങിപ്പോകാൻ പറ്റുകയുള്ളൂ. അവിടെ 95 രൂപ കൊടുക്കുന്നതിന് പകരം വഴക്കടിച്ച് 15 രൂപ മതി, 15 ഞാൻ തരികയുള്ളൂ എന്ന് പറഞ്ഞ് വില പേശിയാൽ ബൈക്കിൽ വന്നു കിടക്കുന്ന 100 കണക്കിന് വാഹനങ്ങൾക്ക് എന്തുമാത്രം വലിയ അസൗകര്യമാണ്. അപ്പം നമുക്ക് വിവേകമുണ്ടെങ്കിൽ 95 എങ്കിൽ 95, 100 എങ്കിൽ 100, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു താരിഫാണ്. അത് കൊടുത്തിട്ട് നമ്മളുടെ വാഹനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇതുപോലെ ദൈവത്തിന് കൊടുക്കേണ്ടതനുസരിച്ച് കൊടുത്തിട്ട് പോയാലേ അത് പ്രയോജനമുള്ളൂ. ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മുടെ ആർദ്രമായ മനസ്സാണ്.
ആർദ്രമായ മനസ്സ് ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് നമ്മൾ മാനസാന്തരപ്പെട്ടിരിക്കുന്നു എന്നത്. നമ്മൾ മാനസാന്തരപ്പെട്ടിരിക്കുന്നു, നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കുന്നു. ലോക മതസംസ്കാരങ്ങളിൽ മാനസാന്തരമില്ലാതെയാണ് പാപമോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. സ്വഭാവത്തിൽ ഒരു മാറ്റം മറിച്ചിലുകളൊന്നും ഉണ്ടാക്കാതെ പഴയ പിടിവാശിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു. അവിടെ മാനസാന്തരത്തിൻ്റെ വില നൽകുന്നില്ല. വില കുറഞ്ഞ കൃപയെയാണ് നമ്മളവിടെ സ്വീകരിക്കുന്നത്. അടിസ്ഥാനപരമായ മാനസാന്തരമില്ല. മർക്കോസ് ആണെങ്കിൽ 1:15 പറഞ്ഞത്, കാലം തികഞ്ഞു, അനുദപിക്കുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ എന്നാണ്. കാലം തികഞ്ഞു, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും പാപങ്ങൾ ഓർത്ത് അനുദപിച്ച് മാനസാന്തരപ്പെടുകയും ചെയ്യുവിൻ എന്നാണ് ബൈബിളിലെ മർക്കോസ് 1:15 ദൈവത്തിനും തന്നെയും വിളിച്ചു പറയുന്ന ആദ്യത്തെ വലിയ ആശയമാണത്. അവിടെ നമ്മൾ വില കൊടുക്കുന്നുണ്ട്. ആ വില നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആർദ്രതയാണ്. നമ്മൾ തന്നെയും ദൈവത്തിന് മുമ്പിൽ കുറ്റവാളിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് തല താഴ്ത്തി മനസ്സ് താഴ്ത്തി നിൽക്കുകയാണ്. നമ്മൾ ദൈവത്തോട് തുറന്നു പറയുകയാണ്, ഞാൻ പാപിയാണ് എന്ന്. ഇങ്ങനെ ദൈവത്തോട് തുറന്നു പറയുമ്പോൾ നമ്മുടെ ഫരിസേയ മനസ്സ് ഇടിയും, നമ്മുടെ ശാസ്ത്രീജ മനസ്സ് ഇടിയും. നമ്മളിൽ പലർക്കും ഫരിസേയത്വമുണ്ട്. നമ്മൾ അറിയുന്നില്ല നമ്മളിൽ ഫരിസേയത്വം ഉള്ളത്. നമ്മൾ അറിയുന്നില്ല നമ്മളിൽ ശാസ്ത്രീജ മനസ്സ് ഉള്ളത്. പക്ഷേ നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ ബാഹ്യവും ആഭ്യന്തരവുമായ സ്വഭാവത്തിൽ നമ്മളിലൊരു ഫരിസേയ മനോഭാവമുണ്ട്. ലൂക്കോസിൻ്റെ 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സംഭവമാണ് ഒരു ചുങ്കക്കാരനും ഒരു ഫരിസേയനും പ്രാർത്ഥിക്കാൻ പോയ സംഭവം. ലൂക്കോസിൻ്റെ 18-ാം അധ്യായത്തിൽ ആ ഫരിസേയൻ ചെന്ന് പ്രാർത്ഥിച്ചത് അയാൾ ദശാംശം കൊടുക്കുന്നുണ്ട് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. വ്യഭിചാരികളെപ്പോലെ അല്ല താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് തന്നെ ഉയർത്തുന്ന ഒരു വർത്തമാനമായിരുന്നു. താൻ മറ്റുള്ളവരെക്കാൾ കേമിയാണ് അഥവാ കേമനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ശൈലിയായിരുന്നു ഫരിസേയൻ്റെ പ്രാർത്ഥന. എന്നാൽ ആ പാവപ്പെട്ട ചുങ്കക്കാരനാകട്ടെ, കർത്താവെ അങ്ങയുടെ നേരെ നോക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഹൃദയം തുറന്നു കാണിക്കുകയാണ്. അപ്പോൾ വിലയുള്ള ദൈവത്തിൻ്റെ കൃപയെ ആ മനുഷ്യൻ അയാളും വില കൊടുത്തുകൊണ്ട് ദൈവകൃപയെ വാങ്ങാൻ ശ്രമിക്കുകയാണ്. കാലം തികഞ്ഞെന്നും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നും സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്നും മാനസാന്തരപ്പെടണമെന്നും 4-5 ആശയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മർക്കോസ് 1:15 വചനം എഴുതിയിരിക്കുന്നത്. 4 വലിയ വിലകളാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അതായത് സമീപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യത്തെ, സാത്താന്യ രാജ്യത്തിൽ നിൽക്കുന്ന മനുഷ്യൻ ദൈവരാജ്യത്തെ വാരിപ്പുണരാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ലോകരാജ്യത്തിൽ നിൽക്കുന്ന മനുഷ്യൻ ദൈവരാജ്യത്തിലേക്ക് അടുക്കുവാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്വന്തം ഹൃദയത്തിനകത്ത് നിന്ന് ആർദ്രമായ മനസ്സ് ദൈവത്തിന് മുമ്പിലേക്ക് ഉയർത്തുകയാണ്. അവിടെ നമ്മൾ ലൂക്കോസ് 18 വായിച്ചതില്ലെങ്കിലും കേട്ടതുപോലെ ലൂക്കോസ് 18 ആ ഫരിസേയൻ്റെ മനസ്സ് തകർന്നടിയുകയാണ്. ഫരിസേയനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഭക്തിയേ ഉള്ളൂ. ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല, ഞാൻ വ്യഭിചാരികളെപ്പോലെയും പിടിച്ചു പറിക്കുന്നവരെ പോലെയും അല്ല, ഞാൻ കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നു, ദശാംശം ദൈവത്തിന് കൊടുക്കുന്നു. ഇങ്ങനെ തെറ്റായ കാര്യങ്ങളും ദൈവത്തെ വില കൊടുത്ത് മേടിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഫരിസേയൻ പറയുകയായിരുന്നു. ചുങ്കക്കാരനോ അയാളുടെ ഇല്ലായ്മയെക്കുറിച്ചാണ് അയാൾ പറയുന്നത്, അയാളുടെ ശൂന്യതയെക്കുറിച്ചാണ് അയാൾ പറയുന്നത്, അയാളുടെ ഈഗോകളെക്കുറിച്ചൊന്നും അയാൾക്ക് പറയാനില്ല. അയാൾ പാപിയാണെന്ന് സമ്മതിക്കുകയാണ്. ഇത് വിലയേറിയ കൃപയാണ്. അയാൾ വില കൊടുത്ത് മേടിക്കുകയാണ്. വിലയേറിയ കൃപ വയലിൽ ഒളിച്ചു വെച്ച നിധി പോലെയാണ്.
ഈ കാലഘട്ടത്തിൽ എറണാകുളത്തോ അതുപോലെയുള്ള സ്ഥലങ്ങളിലോ വയൽ കാണാൻ വിഷമമാണ്. ഉണ്ടെങ്കിൽ തന്നെ വയൽ കൃഷിയോഗ്യമല്ലാതെ കിടക്കുകയാണ്. അവിടെയെല്ലാം മണ്ണിറക്കി കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എറണാകുളത്തും പരിസരത്തും ഒക്കെ ഇഷ്ടംപോലെ വയലുകളുണ്ടായിരുന്നു. വയലുകളിൽ കൂടുതലും ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന നെല്ലാണ്. വയലിൽ ചിലപ്പോൾ നിധി ഒളിച്ചു വെച്ചേക്കാൻ സാധ്യതയുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മത്തായി 13:44 വാക്യത്തിൽ, മത്തായി 13:44 വാക്യത്തിൽ വയലിൽ ഒളിച്ചു വെച്ച നിധി പോലെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വലിയ കൃപയെക്കുറിച്ചാണ് പറഞ്ഞത്. വിലയേറിയ കൃപ അത് വയലിൽ ഒളിച്ചു വച്ചിരിക്കുകയാണ്. വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന കൃപ ഒരു മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിൽക്കണം, എന്നാലേ ഉള്ള ആ വയൽ മേടിക്കാൻ പറ്റുകയുള്ളൂ. തൻ്റെ സകല ചരക്കുകളും വിറ്റ് ഒരു വ്യാപാരി കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന മുത്താണത്. ഒരു വ്യാപാരിക്ക് വളരെ കൂടുതൽ വിലപിടിപ്പുള്ള ഒരു മുത്ത് വാങ്ങണമെന്നുണ്ട്. പക്ഷേ തൻ്റെ മറ്റു ചരക്കുകളെല്ലാം വിറ്റാലേ ഈ മുത്ത് വാങ്ങുവാൻ നിവൃത്തിയുള്ളൂ. ഏതാണ് ഈ മുത്ത്? അത് ദൈവരാജ്യമാണ്. എന്താണ് ദൈവരാജ്യം? ക്രിസ്തുവിൻ്റെ രാജകീയ ഭരണം നടക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രാജകീയ ഭരണം നടക്കുന്ന അവസ്ഥ. തന്നെത്താൻ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണമെന്ന് പറയുന്നത് ഒരു രാജകീയ നിയമമാണ്. എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക എന്ന് പറയുന്നതും രാജകീയ നിയമമാണ്. ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ രാജകീയ ഭരണം നടക്കുന്ന സ്ഥലത്തെയാണ് ദൈവഭരണം എന്ന് പറയുന്നത്. അതിനുവേണ്ടി തടസ്സമായി നിൽക്കുന്ന സ്വന്തം കണ്ണിനെ പോലും ആവശ്യമെങ്കിൽ മനുഷ്യൻ പിഴുതെറിയണം. സ്വന്തം കണ്ണുകൊണ്ട് മോശമായത് കാണുകയും സ്വന്തം ചെവി കൊണ്ട് മോശമായത് കേൾക്കുവാൻ താല്പര്യം കാണിക്കുകയും സ്വന്തം കൈ കൊണ്ട് മോശമായത് ചെയ്യുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള കണ്ണ് കൊണ്ട് കാണണ്ട, അത് പിഴുതു കളയുവാനാണ്. അങ്ങനെയുള്ള കൈ കൊണ്ട് ചെയ്യേണ്ട, ആ കൈ വെട്ടിക്കളയുവാനാണ്. അപ്പോൾ ദൈവരാജ്യത്തെ സ്വന്തമാക്കണമെങ്കിൽ വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് ബാക്കി വയലെല്ലാം വിറ്റ് കൊണ്ടുപോയി വയലിൻ്റെ ഉടമയ്ക്ക് ക്യാഷ് കൊടുക്കണമെന്നതുപോലെ ഒരു വലിയ മുത്ത് വില കൊടുത്ത് മേടിക്കണമെങ്കിൽ തൻ്റെ കച്ചവടക്കടയിലെ മറ്റു സാധനങ്ങളെല്ലാം വിറ്റിട്ട് കിട്ടുന്ന ക്യാഷ് മുഴുവനും കൊണ്ടുപോയി കൊടുത്ത് ആ മുത്ത് വാങ്ങണം എന്നതുപോലെ സ്വന്തം കണ്ണാണ് നമുക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് തുരന്നു കളഞ്ഞുകൊണ്ടും സ്വന്തം കൈയാണ് തനിക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് വെട്ടിക്കളഞ്ഞുകൊണ്ടും അങ്ങനെ അത്രയേറെ റിസ്ക് എടുത്ത് വാങ്ങേണ്ട ഒന്നാണ് ദൈവരാജ്യം അഥവാ ക്രിസ്തുവിൻ്റെ രാജകീയ ഭരണം. അത്ര വിലയാണത്. വള്ളവും വലയുമെല്ലാം ഉപേക്ഷിച്ച് ശിഷ്യന്മാർ തന്നെ അനുഗമിപ്പാൻ കാരണം യേശു കൊടുക്കുന്ന ആ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അവരുടെ ബോധ്യം കൊണ്ടാണ്. അവർക്ക് നല്ല ബോധ്യമുണ്ട് ദൈവരാജ്യം അവർക്ക് വേണ്ടി കിട്ടുകയാണ് എന്ന്. അത് യേശുവിൻ്റെ വിളിയാണ്. യേശു വിളിക്കുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ, മർക്കോസ് 1:15 നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. ഇനി നിങ്ങൾ അങ്ങോട്ട് നോക്കി സമയം കളയണ്ട. കാലം തികഞ്ഞു എന്നും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നും അനുദപിക്കണമെന്നും വിശ്വസിക്കണം സുവിശേഷത്തിലെന്നും അവിടെ എഴുതി വച്ചിരിക്കുന്നു. അതാണ് യേശുവിൻ്റെ വിളി. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവിൻ, മാനസാന്തരപ്പെടുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:17 വാക്യത്തിൽ യേശുവിൻ്റെ ആ മനോഹരമായ വിളിയുണ്ട്. വിലയേറിയ കൃപയാണത്. വീണ്ടും വീണ്ടും അന്വേഷിച്ച് ചെല്ലേണ്ടുന്ന സുവിശേഷമാണത്. കാലം തികയുമ്പോൾ ഓടി അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആ ശിഷ്യത്വത്തെ നേടുവാൻ വേണ്ടി ക്രിസ്തുവിനെ അനുഗമിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കൃപയാണെന്ന് ഞാൻ പറയുകയാണ്. ഇവിടെ ഇന്ന് വീണ്ടും ഞാൻ പറയട്ടെ, പാപത്തെ വെറുക്കുകയും പാപിയെ നീതീകരിക്കുകയും ചെയ്യുന്ന കൃപ. പാപത്തെ വെറുക്കുകയും പാപിയെ നീതീകരിക്കുകയും ചെയ്യുന്ന കൃപ. നമ്മുടെ സഭയിലും പാപിയെ നീതീകരിക്കുവാനും മാത്രം പാപിയോട് നമുക്ക് വെറുപ്പില്ല. പാപിയോട് ആർക്കും വെറുപ്പുണ്ടാകാൻ പാടില്ല. പാപത്തോടാണ് വെറുപ്പുണ്ടാകേണ്ടത്. പാപിയെ നീതീകരിക്കുകയാണ് വേണ്ടത്.
ക്രൂശിൽ കിടന്ന രണ്ട് കള്ളന്മാരിൽ രണ്ടുപേരും ഒരുപോലെ പാപം ചെയ്തവരാണ്, കളവ് ചെയ്തവരാണ്. എന്നാൽ ഒരാൾ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറയുവാനും എന്നെക്കൂടി ഓർക്കണമേ എന്ന് പറയുവാൻ തയ്യാറായപ്പോൾ അയാളുടെ പാപത്തെ വെറുക്കുകയും പാപിയായ ആ മനുഷ്യനെ നീതീകരിച്ചുകൊണ്ട് യേശു പറയുകയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിൽ ഉണ്ടായിരിക്കുമെന്ന്. യോഹന്നാൻ 8-ാം അധ്യായത്തിലെ വലിയ പാപിനിയായ ആ സ്ത്രീയുടെ പാപത്തെ വെറുത്തുകൊണ്ട് പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാപിയെ യേശു നീതീകരിക്കുന്നു. ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേലിൽ പാപം ചെയ്യരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു അവളോട്, പാപിയോട് കരുണ കാണിക്കുന്നു, പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നു. ഇതാണ് വിലയേറിയ കൃപയുടെ ലക്ഷണം. ഇവിടെ ഒട്ടും ഫരിസേയത്വമില്ല, ഇവിടെ ഒട്ടും ശാസ്ത്രീയ മനോഭാവമില്ല. ദൈവത്തിന് തൻ്റെ പുത്രനെ ബലി കൊടുത്ത് നമുക്ക് മറുവിലയായി ദൈവം തൻ്റെ പുത്രനെ കൊടുക്കുന്ന ആ ഒരു അവസ്ഥയാണ് അവിടെ പറയുന്നത്. ഇനി ഞാൻ പറയട്ടെ, എന്താണ് വിലയേറിയ കൃപയെന്നും എന്താണ് വില കുറഞ്ഞ കൃപയെന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം സത്യദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയുകയും എൻ്റെ ഹൃദയം പൊട്ടിത്തകരുന്നത് കൊണ്ട് കണ്ണിലൂടെ കണ്ണുനീരൊഴുകുകയും ചെയ്യുമ്പോൾ അത് വിലയേറിയ കൃപ വാങ്ങാൻ വേണ്ടി ഞാൻ ശ്രമിക്കലാണ്. വിലയേറിയ കൃപ എന്ന് പറയുന്നത് സ്വന്തം ഹൃദയം തകർന്നുകൊണ്ടുള്ളതും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലാതെയുള്ളതുമായ പാപമോചനത്തിന് വേണ്ടി ശ്രമമാണ്. മത്തായി 4:17 കർത്താവ് വിളിച്ചു എല്ലാവരെയും, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് 4:19 എന്നെ അനുഗമിക്കുക എന്ന് പറയുകയുണ്ടായി. നീ എന്നെ അനുഗമിക്കുക എന്ന് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21:19 മുതൽ 22 വാക്യങ്ങളിലും പത്രോസ് അപ്പസ്തലനോട് യേശുവാകട്ടെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മർക്കോസിൻ്റെ 1:17 യേശു ശിഷ്യന്മാരോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിളിയാണ് എന്നെ അനുഗമിക്കുക. മർക്കോസ് 1:17 എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അവിടെ അങ്ങനെ ചേർത്ത് വെക്കുകയാണ്. എന്നെ അനുഗമിച്ചാൽ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അനുഗമിക്കുന്നത് ദൈവപുത്രനെയാണ്, ദൈവത്തെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഹന്നാൻ 21:22 പത്രോസിനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കാലത്ത് ശിഷ്യന്മാർ വള്ളവും വലയും വിട്ട് കർത്താവിനെ അനുഗമിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പഴയ തൊഴിലേക്ക് മടങ്ങിപ്പോയ പത്രോസിനെ അഭിമുഖീകരിക്കുന്ന രണ്ടാമത്തെ രംഗമാണ്. വള്ളവും വലയുമായി വലവീശി നടന്നിരുന്ന പത്രോസിനെ ആദ്യം വിളിച്ചു. പത്രോസ് യേശുവിൻ്റെ കൂടെ പോയി. എന്നാൽ രണ്ടാമത് ക്രിസ്തുയേശു കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഇന്നും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ചില കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വള്ളത്തിൽ വല വീശാൻ പോയി. അപ്പോഴും കർത്താവ് മടങ്ങി വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറയുകയാണ്. ആദ്യം ഗന്നസരത്ത് തടാകത്തിൻ്റെ അകത്ത് വല വീശാൻ പോയപ്പോഴാണ് വിളിച്ചത്. രണ്ടാമതും വിളിച്ചത് അവിടെ തന്നെയാണ്, എന്നെ അനുഗമിക്കുക എന്ന്. എന്നെ അനുഗമിക്കുക എന്ന വിളിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കിട്ടിയ വിളി. യേശുവിനെ അനുഗമിക്കുക. വിവാഹം കഴിച്ചപ്പോൾ 2 പേര് കൂടി അനുഗമിക്കുക എന്ന് യേശു പറയുകയാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടായ കുഞ്ഞുങ്ങളോട് കൂടി 3 പേര് കൂടി അഥവാ 4 പേര് കൂടി എന്നെ അനുഗമിക്കുക എന്ന് യേശു പറയുകയാണ്. യേശുവിന് ഇന്നും അന്നും ഒരു മാറ്റവുമില്ല. തന്നെയാണ് അനുഗമിക്കേണ്ടതെന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. നമ്മളൊക്കെ അനേകം ചർച്ചകൾ നമ്മുടെ നഗരങ്ങളിൽ ഉള്ളതുകൊണ്ട് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാതെ പലരും കിടന്ന് വിഷമിക്കുന്നു. യേശു പറയുന്നു എന്നെയാണ് അനുഗമിക്കേണ്ടതെന്ന്. യേശുവിനെയാണ് നമ്മൾ അനുഗമിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ നമുക്ക് ഏത് ചർച്ചിലും പോകാം.
നമുക്ക് ഏത് ശുശ്രൂഷയിലും പോകാം. പക്ഷേ യേശു ആണ് അവിടെ പ്രസംഗിക്കപ്പെടുന്നത് എന്നത് ചർച്ചാ വിഷയമാണ്. യേശുവാണ് പ്രസംഗിക്കപ്പെടുന്നതെങ്കിൽ നമുക്ക് എവിടെയും പോകാം. യേശുവാണ് പാടുന്നിടത്ത് യേശുവാണ് ആരാധിക്കപ്പെടുന്നതെങ്കിൽ നമുക്ക് എവിടെയും പോകാം. അന്ന് യേശു പള്ളികളൊന്നും പണിതിട്ടില്ലായിരുന്നു. മർക്കോസ് 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് ഒഴികെ അപ്പസ്തോലിക യുഗമായപ്പോഴാണ് സഭയെ പണിയുവാൻ തുടങ്ങിയത്. അപ്പോൾ എന്നെ അനുഗമിക്കുക എന്ന ആശയമാണോ നമ്മൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത്? ഇതിപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ആലോചിക്കണം. നമ്മൾ ക്രിസ്തുമാർഗം ഒരിക്കലും വളർന്ന് പടർന്ന് ഒരു ലൗകികതയിൽ മുഴുകുന്നതിനെ യേശു അംഗീകരിക്കുന്നില്ല. ലൗകികതയിൽ മുഴുകാൻ പാടില്ല. കൃപയുടെ വില വളരെ കൂടുതലായതുകൊണ്ട് ഒട്ടും ലൗകികതയില്ലാതെയാണ് ക്രിസ്തുമാർഗത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരുടെ മാത്രം അവകാശമല്ല. ഒരു സഭയിൽ 50 500 പാസ്റ്റർമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ മാനിക്കുന്ന കുറേ പേരുണ്ടെങ്കിൽ അവർ മാത്രം ചെയ്യേണ്ട ഒരു ജോലിയല്ല ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളത്. അത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരുടെയും ജോലിയാണ്. എന്താണ് തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത്? ക്രിസ്തുവിനെ കേൾക്കുവാൻ മതത്തെയും മത ആചാരങ്ങളെയും കേട്ട് നടന്നിരുന്ന ആളുകൾ സുവിശേഷമനുസരിച്ച് ക്രിസ്തുവിനെ കേൾക്കുവാൻ തുടങ്ങുന്നതോടുകൂടി ആരംഭിക്കുന്ന ഒരു ശുശ്രൂഷയാണ് തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. നമ്മളവിടെ പോകുന്നത് നമുക്ക് വലിയ വില കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു സാധാ രീതിയിൽ പോവുകയല്ല. വില കുറഞ്ഞ കൃപയുടെ ചുറ്റും, ശവത്തിന് ചുറ്റും കഴുകന്മാർ വരുന്നത് പോലെ വില കുറഞ്ഞ കൃപയുടെ ചുറ്റും പിശാചുക്കൾ വന്നലയും. ഹൃദയം ആർദ്രമാവുകയും മാനസാന്തരപ്പെടുകയും വള്ളവും വലയും ഉപേക്ഷിക്കുന്ന പോലെ ഭൗതിക ജീവിതത്തിൽ ലോകപ്രകാരമുള്ള നേട്ടങ്ങൾക്ക് ഉപരിയായിട്ട് ദൈവരാജ്യത്തെ നേടുവാനുള്ള ആഗ്രഹം നമുക്ക് ഇല്ല എങ്കിൽ നമ്മൾ വില കുറഞ്ഞ കൃപയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വീണ്ടും ഞാൻ പറയുകയായിരുന്നു, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഓമന എബ്രഹാം എന്നാണ്. ഞാൻ വളഞ്ഞവട്ടത്തു നിന്നാണ് വരുന്നത്. എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കൈക്ക് വേദനയും അതുപോലെ കൊളസ്ട്രോളും ഡയബറ്റിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ വിഷയത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ മെഡിസിൻ തന്നു. ഞാനത് കഴിച്ചെങ്കിലും എനിക്ക് ശരീരത്തിന് യാതൊരു തരത്തിലുള്ള മാറ്റമുണ്ടായില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദാസന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പരിപൂർണമായ സൗഖ്യമായി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ ഫോൺ നമ്പർ 9947092869.